നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് BPAD, ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡർ. എന്തായിരിക്കും ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡർ? ആ പേരിൽ പറയുന്നത് പോലെ ബൈപോളാർ എന്ന് പറയുമ്പോൾ എന്താ, രണ്ട് പോൾ ഉണ്ടല്ലേ, രണ്ട് എൻഡുകൾ. ഇപ്പൊ ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുള്ള രണ്ട് മൂഡ് ഡിസോർഡേഴ്സ് ആണ് ഏതൊക്കെ? മാനിയ പഠിച്ചു, ഡിപ്രഷൻ പഠിച്ചു അല്ലെ. ഒന്നെന്താണ് എലിവേറ്റഡ് അല്ലെങ്കിൽ എക്സ്ട്രീം ഹാപ്പിനെസ്, മറ്റേത് ലോ മൂഡ്. രണ്ടും രണ്ട് എൻഡ് ആണല്ലേ. അപ്പൊ ബൈപോളർ ഡിസോർഡർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് രണ്ടും കൂടെ വരുന്നതാണ്. മാനിയ ഉണ്ട്, ഒരു എലിവേറ്റഡ് മൂഡ് ഉണ്ട്, അതേ സെയിം ടൈം തന്നെ ഡിപ്രഷൻ ഉണ്ട്, ഡിപ്രസ്ഡ് മൂഡ്. So, bipolar disorder is characterized by mood swings from profound depression to extreme euphoria or mania with intervening periods of normalcy. അതായത് രണ്ട് പോളായിട്ട് വിചാരിക്കുക. ഒരു പോളിൽ എന്താ ഫീൽ ചെയ്യുന്നത്, എക്സ്ട്രീം യൂഫോറിയ അല്ലെങ്കിൽ മാനിയ ഉണ്ട്. മറ്റേ പോളിൽ മറ്റേ എൻഡില് എന്താണ്, എക്സ്ട്രീം അതായത് പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഡിപ്രഷൻ ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു പീരീഡ് ഓഫ് നോർമൽസി ഉണ്ട്. ആദ്യം പേഷ്യന്റിന് ചിലപ്പോൾ മാനിയ വരാം, ദെൻ കുറച്ച് നാൾ നോർമൽ പീരീഡ് ഉണ്ടാവും, ദെൻ ഡിപ്രഷൻ വരാം, അല്ലെങ്കിൽ ആദ്യം ഡിപ്രഷൻ ആയിരിക്കാം, പിന്നെ ഒരു നോർമൽ പീരീഡ് കാണാം, മാനിയ വരാം. ഇങ്ങനെ ഇത് രണ്ടും ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരുമ്പോഴാണ് നമ്മൾ അതിനെ ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത്. എന്തായിരുന്നു? ക്യാരക്ടറൈസ്ഡ് ബൈ മൂഡ് സ്വിങ്സ് ഫ്രം പ്രൊഫൗണ്ട് ഡിപ്രഷൻ ടു എക്സ്ട്രീം യൂഫോറിയ ഓർ മാനിയ വിത്ത് ഇന്റർവീനിങ് പീരീഡ്സ് ഓഫ് നോർമൽസി. ക്ലിയർ ആണോ എന്താ ബൈപോളാർ ഡിസോർഡർ എന്ന്? പേരിൽ തന്നെ ക്ലിയർ ആണ്. ലൈക്ക് രണ്ട് എൻഡ്, നമ്മുടെ മൂഡിന്റെ രണ്ട് എക്സ്ട്രീം എൻഡുകളും ഫീൽ ചെയ്യുന്നുണ്ട്. മാനിയ ഒരു പീരീഡ് ഓഫ് നോർമൽസി, ഡിപ്രഷൻ അല്ലെങ്കിൽ വൈസ് വേഴ്സ. ക്ലിയർ ആണല്ലോ. ഇനി ബൈപോളർ ഡിസോർഡറിന്റെ എത്തിയോളജിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ മാനിയലും ഡിപ്രഷനിലും അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സിന്റെ സെയിം എത്തിയോളജിയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് പറയുന്നില്ല. നമുക്ക് ടൈപ്സ് ഓഫ് ബൈപോളർ ഡിസോർഡർ എന്താ നോക്കാം. ഇത് ചിലപ്പോൾ ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ്. ഇപ്പൊ മെയിൻലി ബൈപോളർ ഡിസോർഡറിന്റെ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ബൈപോളർ 1 ഡിസോർഡർ, ബൈപോളർ 2 ഡിസോർഡർ, സൈക്ലോതൈമിക് ഡിസോർഡർ, other bipolar disorder, bipolar disorder due to a general medical condition, substance induced bipolar disorder. അതൊക്കെയാണ് ബൈപോളർ ഡിസോർഡറിന്റെ ടൈപ്സ് വരുന്നത്. ഓരോന്നായിട്ട് നോക്കാം നമുക്ക്. ബൈപോളർ 1 ഡിസോർഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരേ ഒരു കാര്യം ഓർത്താൽ മതി. ഇവിടെ വരുന്നത് മാനിയാണ് പ്രിഡോമിനന്റ് ആയിട്ട്. അതായത് ക്ലൈന്റ് മേ ബി എക്സ്പീരിയൻസിങ് എ ഫുൾ സിൻഡ്രോം ഓഫ് മാനിയ. മാനിയ അതിന്റെ എല്ലാ എക്സ്ട്രീം വേർഷനിലും അല്ലെങ്കിൽ അതിന്റെ എല്ലാ സിംറ്റംസും കാണിച്ച് പ്രിഡോമിനന്റ് ആയിട്ട് കൂടുതലായി നിൽക്കുന്നത് മാനിയാണ്. ദെൻ ദ ക്ലൈന്റ് മേ ഓൾസോ ഹാവ് എക്സ്പീരിയൻസ്ഡ് എപ്പിസോഡ് ഓഫ് ഡിപ്രഷൻ. പക്ഷെ കുറച്ചുകൂടി പ്രിഡോമിനന്റ് ആയിട്ട് കാണുന്നത് ഏതായിരിക്കും? മാനിക് എപ്പിസോഡ് ആയിരിക്കും ബൈപോളർ 1 ഡിസോർഡർ ഉള്ള പേഷ്യൻസിൽ. സോ നമ്മൾ ഓൾസോ ഇപ്പൊ ബൈപോളർ ഡിസോർഡറിൽ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ പറഞ്ഞില്ലേ, മാനിയും ഡിപ്രഷനും വിത്ത് ഇന്റർവീനിങ് പീരീഡ് ഓഫ് നോർമൽസി ആണ് ബൈപോളർ ഡിസോർഡറിൽ വരുന്നത്. ഇപ്പൊ ഫസ്റ്റ് എപ്പിസോഡായിട്ട് മാനിയ വരുന്നത് അല്ലെങ്കിൽ ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാനിയ ആണെങ്കിലും നമ്മൾ ബൈപോളർ 1 ഡിസോർഡർ എന്ന് പറയാറുണ്ട്. ക്ലിയർ ആണല്ലോ. ഇപ്പൊ ബൈപോളർ 1 ഡിസോർഡറിൽ എന്താ, ഫുൾ സിൻഡ്രോം ഓഫ് മാനിക് അല്ലെങ്കിൽ മാനിയ ആണ് പ്രിഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. ദ ക്ലൈന്റ് മേ ഹാവ് ഓൾസോ എക്സ്പീരിയൻസ്ഡ് എപ്പിസോഡ് ഓഫ് ഡിപ്രഷൻ, പക്ഷെ പ്രിഡോമിനന്റ് അല്ലെങ്കിൽ ഫുൾ സിൻഡ്രോം ഓഫ് മാനിയ ആണുള്ളത്. അപ്പൊ ബൈപോളർ 2 എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഇവിടെ വരുന്നത് റിക്കറന്റ് ബൗണ്ട്സ് ഓഫ് മേജർ ഡിപ്രഷൻ. ഇവിടെ പ്രിഡോമിനന്റ് ആയിട്ടുള്ളത് ഡിപ്രസീവ് ഫീച്ചേഴ്സ് ആണ്, മേജർ ഡിപ്രഷൻ ആണ്. കൂടെ ഒരു മൈൽഡ് മാനിയ അല്ലെങ്കിൽ ഒരു ഹൈപ്പോമാനിക് ഫീച്ചേഴ്സും പേഷ്യന്റ് കാണിക്കാറുണ്ട്. പക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രിഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് മേജർ ഡിപ്രഷൻ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ബൈപോളർ 1 എന്ന് പറയുമ്പോൾ ഓർക്കുക, ഫുൾ സിൻഡ്രോം ഓഫ് മാനിക് എപ്പിസോഡ്. ആൻഡ് ബൈപോളർ 2 പ്രിഡോമിനന്റ് ആയിട്ടുള്ളത് ഡിപ്രഷൻ ആണ്. ബൈപോളർ 1 ഡിപ്രഷൻ ഉണ്ട് മാനിയയുടെ കൂടെ, പക്ഷെ പ്രിഡോമിനന്റ് മാനിയാണ്. അതുപോലെ തന്നെ ബൈപോളർ 2 മാനിക് ഉണ്ട്, ബട്ട് ഒരു ഹൈപ്പോമാനിയ മൈൽഡ് മാനിയ ആയിട്ട് വരുന്നത്. മേജർ ആയിട്ട് വരുന്നത് മേജർ ഡിപ്രഷൻ ആണ്. നെക്സ്റ്റ് ആണ് സൈക്ലോതൈമിയ ഒരു സൈക്ലോതൈമിക് ഡിസോർഡർ. സൈക്ലോതൈമിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ബൈപോളറിൽ പറഞ്ഞ പോലെ മാനിയയും ഡിപ്രഷനും പേഷ്യന്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ടും നമ്മൾ ബൈപോളർ 1 ബൈപോളർ 2 എന്നൊക്കെ പറയാൻ മാത്രം ഒരു സിവിയറിറ്റിയിലില്ല. അതായത് മൈൽഡ് മാനിയയുടെ ഫീച്ചേഴ്സും അതായത് ഹൈപ്പോമാനിയയുടെ ഫീച്ചേഴ്സും ഒരു മൈൽഡ് ഒരു ഡിസ്തൈമിയ ഒരു മൈൽഡ് ഡിപ്രസീവ് മൂഡൊക്കെയാണ് കാണിക്കുന്നത്.
അപ്പോൾ ബൈപ്പോളാർ ഡിസോർഡർ, ബൈപ്പോളാർ 1, ബൈപ്പോളാർ 2 എന്നൊക്കെ പറയുന്ന അത്രയും സിവിയറിറ്റിയിലില്ല. ബട്ട് ഹൈപ്പോമാനിയ ആൻഡ് മൈൽഡ് ഡിപ്രഷന്റെ ഫീച്ചേഴ്സ് ആണ് സൈക്ലോതൈമിയയിൽ കാണിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ അതർ മൂഡ് ഡിസോർഡേഴ്സിൽ നമുക്ക് പറയാം റിക്കറന്റ് ഡിപ്രസീവ് ഡിസോർഡർ. എല്ലാം നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാല്ലോ. റിക്കറന്റ് എന്ന് പറയുമ്പോൾ എന്താ, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. എന്ത്, ഡിപ്രസീവ് ഡിസോർഡർ. സോ ദിസ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ റിപ്പീറ്റഡ് എപ്പിസോഡ്സ് ഓഫ് ഡിപ്രഷൻ ആസ് ഡിസ്ക്രൈബ്ഡ് ഫോർ ഡിപ്രസീവ് എപ്പിസോഡ്. ഇവിടെ എന്താണ്, മാനിയ ഇല്ല ആക്ച്വലി. റിക്കറന്റ് ആയിട്ട് ഡിപ്രസീവ് എപ്പിസോഡാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ചിലപ്പോൾ ആന്റി ഡിപ്രസന്റ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു മൈൽഡ് മൂഡ് എലിവേഷൻ ഒക്കെ കാണാറുണ്ട് ഈ പേഷ്യൻസിൽ. എന്നാലും കോമൺ ആയിട്ട് എപ്പോഴും എന്താണ്, ഈ ഡിപ്രസീവ് എപ്പിസോഡ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ചിലപ്പോൾ നമുക്കറിയാം ആന്റി ഡിപ്രസന്റ് മെഡിസിൻസ് എടുക്കുമ്പോൾ സൈഡ് എഫക്ട്, ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ ആയിട്ട് പെട്ടെന്നൊരു മൂഡ് എലിവേഷൻ ഒക്കെ വരാം അല്ലേ. അപ്പോൾ അത് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു മൈൽഡ് മൂഡ് എലിവേഷൻ ഒക്കെ കാണാം. ബട്ട് ഇറ്റ്സ് മെയിൻലി റിപ്പീറ്റഡ് എപ്പിസോഡ് ഓഫ് ഡിപ്രഷൻ. അതാണ് റിക്കറന്റ് ഡിപ്രസീവ് ഡിസോർഡർ. ദെൻ persistent mood or affective disorder. The persistent mood or affective disorder, from the name it's also clear. Persistent എന്ന് പറയുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ പെർസിസ്റ്റന്റ് ആയിട്ട്, അതായത് കുറെ ഒരു പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ടൈം, ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഉണ്ട് മൂഡ് ഡിസോർഡർ. സോ ആ ഒരു ക്ലയന്റിന് എപ്പോഴും ഒരു മൂഡ് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇത് അത്രയും സിവിയറിറ്റിയിലല്ല, ഒന്നില്ലെങ്കിൽ ഒരു ഹൈപ്പോമാനിക് എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു മൈൽഡ് ഡിപ്രസീവ് എപ്പിസോഡായിട്ട്. പക്ഷെ ഇത് ഒരുപാട് വർഷങ്ങള്, ചിലപ്പോൾ ഒരു പേഷ്യന്റെ ജീവിതത്തിന്റെ ഒരു മുക്കാ ഭാഗത്തോളം പേഷ്യന്റ് ഒരു മൂഡ് ഡിസ്റ്റർബൻസ് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത്രയും സിവിയറിറ്റിയിലല്ല, നമ്മൾ ബൈപ്പോളർ ഡിസോർഡർ എന്നൊക്കെ പറയുന്ന ഒരു സിവിയറിറ്റിയിലല്ല. ബട്ട് either ഹൈപ്പോമാനിക് ഓർ മൈൽഡ് ഡിപ്രഷൻ ആയിട്ട് എപ്പോഴും ഒരു മൂഡ് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇത്രയും ഒരു പ്രൊലോങ്ഡ് പീരീഡ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് കോസിങ് ഹിം കൺസിഡറബിൾ ഡിസ്ട്രസ് ആൻഡ് ഡിസബിലിറ്റി. അതാണ് പെർസിസ്റ്റന്റ് മൂഡ് ഓർ അഫക്റ്റീവ് ഡിസോർഡർ. ദെൻ രണ്ട് ടെർമിനോളജിയും കൂടെ പറയാം, റാപ്പിഡ് സൈക്ലിംഗ് ആൻഡ് അൾട്രാ റാപ്പിഡ് സൈക്ലിംഗ്. റാപ്പിഡ് സൈക്ലിംഗ് എന്താ, അതായത് നമ്മൾ ഈ മാനിക് എപ്പിസോഡും ഡിപ്രസീവ് എപ്പിസോഡും ഓൾട്ടർനേറ്റ് ആവുന്നതിനെ പറയുന്നതാണ്. നമ്മൾ ബൈപ്പോളർ പറഞ്ഞു മാനിക് എപ്പിസോഡിനും ഡിപ്രസീവ് എപ്പിസോഡിനും ഇടയിൽ ഒരു നോർമൽ പീരീഡ് ഉണ്ടാവാം എന്ന്. എന്നാൽ റാപ്പിഡ് സൈക്ലിങ്ങില് ഓൾട്ടർനേറ്റ്, അതായത് മാനിക് എപ്പിസോഡ് ഓൾട്ടർനേറ്റ് റാപ്പിഡ്ലി വിത്ത് ഈച്ച് അതർ വിത്തൗട്ട് എ നോർമൽ ഇന്റർവീനിങ് പീരീഡ് ഓഫ് യൂഫോറിയ. ഇവിടെ മാനിക് എപ്പിസോഡ് കഴിയുന്നു, ഉടനെ ഡിപ്രസീവ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ആദ്യം ഡിപ്രസീവ് എപ്പിസോഡ് ആണെങ്കിൽ അത് കഴിഞ്ഞൊരു നോർമൽ പീരീഡിലേക്ക് പോവാതെ ഉടനെ തന്നെ ഒരു ഡിപ്രസീവ് എപ്പിസോഡിലേക്ക് പോകുന്നു. ഇതിനെയാണ് റാപ്പിഡ് സൈക്ലിംഗ് എന്ന് പറയുന്നത്. ആ ഒരു പിക്ചർ നോക്കിയേ, അതില് താഴോട്ട് അതായത് ഗ്രാഫിന്റെ താഴേക്ക് പോയിരിക്കുന്ന ഡിപ്രഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, മുകളിലേക്ക് വരുന്നത് മാനിയനെയാണ്. അപ്പൊ ഒരു ഡിപ്രസീവ് എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഒരു നോർമൽ പീരീഡ് ഇല്ല അല്ലെ, കണ്ടിന്യൂസ്ലി മാനിയ പോകുന്നു, പിന്നെ ഡിപ്രഷൻ അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരാം. ഇത് സ്ലോ സൈക്ലിംഗ് ഉണ്ട്, റാപ്പിഡ് സൈക്ലിംഗ് ഉണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഇടയിൽ ഒരു നോർമൽ പീരീഡ് ഇല്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഓൾട്ടർനേറ്റ് റാപ്പിഡ്ലി വിത്ത് ഈച്ച് അതർ. ക്ലിയർ ആണല്ലോ. അൾട്രാ റാപ്പിഡ് സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഓൾട്ടർനേഷൻ നടക്കുന്നത് നല്ല സ്പീഡിലാണ്, അതായത് ഇൻ എ മാറ്റർ ഓഫ് അവേഴ്സ് ഓർ ഡേയ്സ്. രാവിലെ നമ്മൾ ഭയങ്കര ഒരു മാനിക് ആയിട്ട് ഭയങ്കര ചിയർഫുൾ ആയിട്ട് കണ്ടതാണ് പേഷ്യന്റിന്, ഉച്ചയ്ക്ക് ചെല്ലുമ്പോഴേക്കും എന്താ ലോ മൂഡായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അത്രയും മണിക്കൂറുകളുടെ അല്ലെങ്കിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഈ ഓൾട്ടറേഷൻ വരാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് അൾട്രാ റാപ്പിഡ് സൈക്ലിംഗ്. അപ്പൊ ഇത്രയാണ് മെയിൻലി ഒരു ബൈപ്പോളർ ഡിസോർഡറിന്റെ ടൈപ്സ് ആയിട്ട് പറയാനുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ മൂഡ് ഡിസോർഡേഴ്സിൽ മാനിയൻ ഡിപ്രഷനും പഠിച്ചപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. മാനേജ്മെന്റ് പറയുകയാണെങ്കിലും ഏതാണ് കറണ്ട് എപ്പിസോഡ്, മാനിക് എപ്പിസോഡാണോ ഡിപ്രസീവ് എപ്പിസോഡാണോ അതനുസരിച്ചിട്ടുള്ള മാനേജ്മെന്റ് ആണ് കൊടുക്കുന്നത്. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂഡ് ഡിസോർഡേഴ്സ് വായിക്കുന്നതിൻ്റെ ഒപ്പം ബൈപ്പോളർ ഡിസോർഡറും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.